4 പതിറ്റാണ്ടിലേറെയായ ഒരു പാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളിയിലെ കാരിക്കുളം കടവ് നിവാസികൾ. 10 കിലോമീറ്ററിലധികം ചുറ്റിത്തിരിഞ്ഞാണ് ഇവർ തൊട്ടപ്പുറത്തുള്ള എസ്റ്റേറ്റിലേക്കും ആരാധനാലയങ്ങളിലേക്കും വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും ഒക്കെ പോകുന്നത്. 2017 ബജറ്റിൽ പാലം നിർമ്മാണത്തിന് തുക വകയിരുത്തിയതാണെങ്കിലും പദ്ധതി എങ്ങുമെത്താതെ അങ്ങനെ കിടക്കുകയാണ്. കുറുമാലിപ്പുഴയിലാണ് കാരിക്കുളം കടവിൽ താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിന് മുകളിൽ. ഇവിടെ ഒരു സ്ഥിരം പാലം വേണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ നടപ്പാലം നാട്ടുകാർ നിർമ്മിച്ചത് പുഴയ്ക്കപ്പുറമുള്ള 907 എന്ന പ്രദേശത്തെ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിന്റെ ഭാഗമായാണ്. കാവടിയാട്ടമാണ് ഈ ആഘോഷത്തിന്റെ പ്രത്യേകത. കാവടിയുമായി മറുകരയിലെത്താൻ വേണ്ടിയാണ് താൽക്കാലിക നടപ്പാലം തീർത്തത്. ഈ ഭാഗത്തുള്ള ജാറത്തിലെ ആണ്ടുനീർച്ച കൂടി കഴിഞ്ഞാൽ ഏപ്രിലിൽ താൽക്കാലിക പാലം പൊളിച്ചു നീക്കും. ഇവിടെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വരന്തരപ്പള്ളിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കും പാലപ്പള്ളി, ചിമ്മിനി, കുണ്ടായി, ചൊക്കന, കോടാലി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും എത്താനുള്ള എളുപ്പവഴിയാണ് പാലം യാഥാർത്ഥ്യമായാൽ സാധ്യമാവുക. 2017 സി രവീന്ദ്രനാഥ് ഈ നിയോജകമണ്ഡലത്തിലെ MLA-യും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നപ്പോൾ സംസ്ഥാന ബജറ്റിൽ പാലത്തിനായി 8 കോടി രൂപ വകയിരുത്തിയിരുന്നു. പക്ഷേ പാലം യാഥാർത്ഥ്യമായില്ലെന്ന് മാത്രം. MLA ആയിട്ട് സംസാരിച്ചു. ആള് പറഞ്ഞത് ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് മന്ത്രിയായിട്ട് അത് നിയമസഭയിൽ അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കോ ടൂറിസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 100% നിങ്ങൾ കാരിക്കുളംകടവുകാരൻ ഞെട്ടുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് മന്ത്രി MLA എന്നോട് പറഞ്ഞത്. ഇരുകരയിലും റോഡുകളുണ്ട്. കാൽനട യാത്ര ചെയ്യാവുന്ന താൽക്കാലിക പാലം പൊളിച്ചു നീക്കും വരെ വാഹനങ്ങൾ നിർത്തി നാട്ടുകാർ പുഴ താണ്ടുന്നതാണ് പതിവ്. എല്ലാ വർഷവും കാരിക്കുളം കടവിന് സമീപം വേനലിൽ പുഴയിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് ചിറകിട്ടുന്ന പതിവുണ്ട്. പാലത്തിന്റെ 50 മീറ്റർ മാത്രം അകലെയാണിത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചാൽ ഈ ആവർത്തന ചെലവ് ഒഴിവാക്കാനാകുമെന്നും നാട്ടുകാർ പറയുന്നു. അടയ്ക്കാമരുന്ന് കിട്ടാതെ വന്നു, പിന്നെ തെങ്ങൊക്കെ മുറിച്ച് അത് പലയുണ്ടാക്കാൻ അത് ബുദ്ധിമുട്ടല്ല. വീടുകളിൽ നിന്നൊക്കെ മുറിക്കുന്നത് ഇപ്പോൾ ഒരു സമുദായമാക്കിയാണ് ഈ പാലിട്ടേക്കുന്നത്. അത് ഏകദേശം ഒരു ഏപ്രിൽ ഒരു 3-4 മാസം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ഈ കാവടി അക്കരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ പാലിടുന്നത്. അതൊരു ഏപ്രിൽ മാസം വരെ നിൽക്കും. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ പൊളിച്ച് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ എല്ലാം പോകും. ടൂറിസം സാധ്യതയുള്ള പ്രദേശമായതിനാൽ പാലം വന്നാൽ അത്തരത്തിലുള്ള പ്രയോജനമുണ്ടാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നിവേദനങ്ങൾ അനവധി നൽകി 2 കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥിരം പാലം. ഈ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അതാണ്. ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. എന്നോ വരേണ്ട പാലമാണെങ്കിലും ഇനിയും വരാനുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും അന്നാട്ടുകാർ പാലത്തിനായുള്ള വലിയ പ്രതീക്ഷയിലാണിപ്പോഴും. ഞാനും അടക്കം അടങ്ങുന്ന ഈ നാട്ടുകാർ 1976 മുതൽ ഈ പാലത്തിന് വേണ്ടിയിട്ട് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ്, ഒരു ആഗ്രഹമാണ്. ഒരു പാലം ആവശ്യമാണ്, അതുണ്ടാവണം എന്നുള്ള പ്രതീക്ഷയുണ്ട്. പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. 8-9 കിലോമീറ്റർ ചുറ്റുവളഞ്ഞ് പോകേണ്ട ഇവിടുന്ന്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അല്ലേ വളഞ്ഞു പോകണം. ഇതാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം സൗകര്യങ്ങളാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാനും ഈ ജാറത്തിന് അല്ലെങ്കിൽ പോകാനൊക്കെ നല്ല കൊണ്ടും നല്ല സൗകര്യം. കുട്ടികൾ പോകാനാണ് ബുദ്ധിമുട്ട്. അതിലൊക്കെ നെറ്റോടത്തിൽ പോകാനും ജാറത്തിൻ്റെ അവിടേക്ക് പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. 1/2 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിൽ എത്തേണ്ടതും ഈ സ്കൂളിലേക്കൊക്കെ എത്തേണ്ടത് ഇതിനാണ് 5-8 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത്. ഇപ്പോൾ ഇവിടെ പാലം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേ പോണത് 10 തൊട്ട് 12 കിലോമീറ്റർ വരെ ചുറ്റി വളഞ്ഞ് പോണത്. ഇതാകുമ്പോൾ ജസ്റ്റ് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററിനുള്ളിൽ ഈ പറഞ്ഞ സാധനങ്ങൾ എത്തും. അവിടെ 1 തൊട്ട് 12 വരെയുള്ള സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പാലം ഇവിടെ വരികയാണെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് അതേപോലെ അമ്പലം, പള്ളി, പിന്നെ അതിൽ ഒരുപാട് എളുപ്പമാണ്. മറ്റത് ചുറ്റി വളഞ്ഞ് 10-15 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വരണം. സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഇവിടെ നിന്ന് പുലിക്കണ്ണി ചെന്ന് കഴിഞ്ഞ് പുലിക്കണ്ണിയിൽ നിന്ന് ഒരു ബസ്സേ ഉള്ളൂ.
അത് 8 മണിക്ക് പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ അവിടുന്ന് കാരണന്മാർ ബൈക്കും കൊണ്ട് ചെന്നിട്ട് കൊണ്ടാക്കണം. ഈ 8-9 കിലോമീറ്ററോളം പോകണം കന്നാറ്റുപാറ.